നമുക്കിന്നൊരു ചില്ലറിൻ്റെ കംപ്രസർ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ MBCBയും OLR ട്രിപ്പായിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്കൊരു മെഗർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി 500 വോൾട്ടേജിൻ്റെ 200 ഓം വരെ മെഷർ ചെയ്യാൻ പറ്റിയ ഒരു ഡിജിറ്റൽ മെഗറുണ്ട്. നമുക്കത് മെഗർ കൊണ്ട് കണക്ട് ചെയ്യുന്നതിന് മുന്നേ മെഗറിൻ്റെ 2 ടെർമിനലുകളും ആദ്യം ബോഡിയുമായി കണക്ട് ചെയ്ത ശേഷം ഒന്ന് ബട്ടൺ പ്രസ് ചെയ്ത് നോക്കുക. അതായത് ബോഡി ടു ബോഡി കണ്ടിന്യൂറ്റി സപ്ലൈ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചെക്ക് ചെയ്ത് 00 ആണ് കിട്ടേണ്ടത്. ഇവിടെ വോൾട്ടിൽ തുരുമ്പുള്ളതുകൊണ്ടായിരിക്കും 00.2 മെഗാ ഓം കിട്ടിയിട്ടുണ്ട്. അപ്പം ബോഡിയുമായിട്ടുള്ള കണക്ഷൻ പ്രോപ്പറാണെന്ന് മനസ്സിലായി. അതിനുശേഷം ഈ ചില്ലറിന് 2 കംപ്രസറുകളാണ് ഉള്ളത്. 24 TRൻ്റെ ചില്ലറാണ്. അതിൽ ഈ അഴിക്കുന്ന വയറാണ് ട്രിപ്പായിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ MBCBയും OLRും ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെന്താണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണിത്. പക്ഷേ ആംബിയർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 3ഉം ഈക്വലായിരുന്നു. അപ്പോൾ എവിടെയാണ് പ്രോബ്ലം എന്ന് അറിയാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് മെഗർ വെച്ച് ചെക്ക് ചെയ്യുന്നത്. കംപ്രസറിലേക്കുള്ള 3 വയറുകളും ഡിസ്കണക്ട് ചെയ്ത ശേഷം മെഗറിൻ്റെ ഒരു ടെർമിനൽ റെഡ് ഫേസിലും മറ്റേ ടെർമിനൽ ബോഡിയിലും കൊടുക്കുക. അതിനുശേഷം നമുക്ക് മെഗർ ബട്ടൺ പ്രസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ബോഡിയുമായിട്ട് വല്ല ലീക്കേജ് ഉണ്ടോ എന്നറിയാം. ഈ ബ്ലാക്ക് വയർ ബോഡിയിലാണ് കൊടുത്തിരിക്കുന്നത്. റെഡ് വയർ ഒരു ഫേസിലും വയറിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രസ് ചെയ്തപ്പോൾ കിട്ടിയ റീഡിങ് 00.4 ആണ്. അതായത് ഈ വയറും ബോഡിയുമായിട്ട് എവിടെയോ ലീക്ക് ഉണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം അടുത്ത കേബിൾ നമുക്ക് പ്രസ് ചെയ്ത് നോക്കാം. ബ്ലൂ ചെക്ക് ചെയ്തപ്പോഴും അതും വളരെ കുറഞ്ഞ 0.4 വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. യെല്ലോ ഫേസും ചെക്ക് ചെയ്ത് നോക്കാം. അതും 0.4 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 3 വയറിൽ നിന്നും ബോഡിയിലേക്ക് ലീക്ക് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി വയറിനാണോ കംപ്രസറിനാണോ പ്രോബ്ലം എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ കംപ്രസറിൻ്റെ സൈഡിൽ നിന്ന് 3 വയറുകൾ ഡിസ്കണക്ട് ചെയ്യുക. അതിനുശേഷം കംപ്രസറിൻ്റെ എർത്ത് പോയിൻറ്റിലേക്ക് ഒരു വയർ കണക്ട് ചെയ്ത് ആ റെഡ് വയർ മെഗറിൻ്റെ റെഡ് വയർ ബോഡിയിലും ബ്ലാക്ക് വയർ നമ്മൾ ടെർമിനലുമാണ് നോക്കിയത്. അപ്പോൾ കിട്ടിയ റീഡിങ് കുഴപ്പമില്ല. ഇനി കംപ്രസറിന് 3 ടെർമിനലാണുള്ളത്. അടുത്ത ടെർമിനലും ബോഡിയുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. 47 50 ഓം കൂടുതൽ കിട്ടുന്നുണ്ട്. അതും അപ്പോൾ കംപ്രസറിന് കുഴപ്പമില്ല. ഇനി 3ാമത്തെയും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതും ഒരു നല്ല വാല്യൂ കിട്ടുന്നുണ്ട്. 62 മെഗാ ഓം വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ കംപ്രസറിന് വലിയ പ്രോബ്ലം ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നേരത്തെ മറ്റേ സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ 0.4 റീഡിങ് കിട്ടിയത് കേബിൾ വഴിയുള്ള ലീക്കാണെന്ന് മനസ്സിലായി. ഇനി കേബിൾ ബോഡിയുമായിട്ട് ഷോർട്ടാണോ ഇല്ലയോ നമുക്ക് നോക്കാം. അതിനുവേണ്ടി കേബിളിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ വയർ കംപ്രസറിൻ്റെ ബോഡി എർത്തിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. അത് പ്രസ് ചെയ്തപ്പോൾ I എന്നാണ് കിട്ടിയത്. I എന്ന് വെച്ചാൽ ഇൻഫിനിറ്റിയാണ്. നമുക്കിനി അടുത്ത കേബിൾ ചെക്ക് ചെയ്ത് നോക്കാം. ഒരു മെഗറിൻ്റെ ഒരു കേബിൾ ബോഡിയിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. നമ്മൾ അടുത്ത കേബിൾ ചെക്ക് ചെയ്തു. അതും I ആണ്. അത് ഇൻഫിനിറ്റിയാണ്. അതായത് 200 മെഗാ ഓമിൽ കൂടുതൽ റെസിസ്റ്റൻസ് ഈ 2 വയറുകൾ ബോഡിയുമായിട്ട് ഉണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം ബ്ലൂ വയർ നമുക്ക് ചെക്ക് ചെയ്യാം. ബ്ലൂ വയർ ചെക്ക് ചെയ്തപ്പോൾ വളരെ കുറഞ്ഞ ഓമാണ് കിട്ടിയത്. 3 മെഗാ ഓമാണ് കിട്ടിയത്. അതായത് ബ്ലൂ ഫേസും കംപ്രസറിൻ്റെ ബോഡിയുമായിട്ടാണ് 3 മെഗാ ഓം കിട്ടിയത്. അത് തീരെ കുറഞ്ഞ വാല്യാണ്. കാരണം ഇതിനകത്തോട്ട് 20 ആംബിയറാണ് ഒരു കംപ്രസറിൻ്റെ ഒരു കേബിളിൽ കൂടെ പാസ് ചെയ്ത് വന്നത്. അപ്പോൾ 20 ആംബിയറിന് 3 മെഗാ ഓം കിട്ടിയാൽ അതൊരു വീക്ക് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് പറ്റത്തില്ല. അപ്പോൾ കംപ്രസറിൻ്റെ സൈഡ് നമ്മൾ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് കേബിൾ ടു കേബിളും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ കേബിളിൻ്റെ 2 സൈഡും ഓപ്പണാണ്. ടെർമിനൽ സൈഡും കംപ്രസറിൻ്റെ സൈഡും ഓപ്പണാണ്. കേബിൾ ടു കേബിൾ ചെക്ക് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി റീഡിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ കേബിളും തമ്മിൽ ഷോർട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ബ്ലൂവും യെല്ലോയും തമ്മിൽ ചെക്ക് ചെയ്ത് നോക്കാം. കേബിളിൻ്റെ മറ്റേ സൈഡ് ഓപ്പണാണ്. അതും ഇൻഫിനിറ്റിയാണ്. അപ്പോൾ യെല്ലോയും ബ്ലൂയും കേബിളുകൾ തമ്മിൽ ഷോർട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഈ 3 കേബിളുകൾ തമ്മിൽ ഷോർട്ടില്ല എന്ന് നമുക്ക് ആദ്യം ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഓരോ കേബിളും ബോഡിയുമായിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മറ്റേ സൈഡ് ചെക്ക് ചെയ്തപ്പോൾ ബ്ലൂ നമുക്ക് കിട്ടിയതാണ്. ഈ ഓപ്പോസിറ്റ് സൈഡിലും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. റെഡും ബോഡിയും കൂടെ ചെക്ക് ചെയ്തപ്പോൾ ഇൻഫിനിറ്റിയാണ് റീഡിങ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റെഡും ബോഡിയുമായിട്ട് ഒരു ഷോർട്ടില്ല എന്ന് മനസ്സിലാക്കി. നമുക്ക് ഇനി യെല്ലോയും ബോഡിയുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ടെർമിനൽ യെല്ലോയിലും മറ്റേത് ബോഡിയിലും കൊടുത്തു. പ്രസ് ചെയ്ത് നോക്കി ഇൻഫിനിറ്റിയാണ് എടുത്തത്. അപ്പോൾ യെല്ലോ വയറിന് കംപ്ലയിൻ്റ് ഇല്ലെന്ന് മനസ്സിലായി. ഇതിനുശേഷം ബ്ലൂ വയറും ബോഡിയും തമ്മിലുള്ള മെഗർ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കിട്ടിയ റീഡിങ് തീരെ കുറവാണ്. 2.53 മെഗാ ഓം ഉള്ളൂ. അതായത് 20 ആംബിയർ കടത്തിവിടാൻ പറ്റിയ റെസിസ്റ്റൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടായിരുന്നു അത് ട്രിപ്പായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ബ്ലൂ ഫേസിൽ നിന്ന് ബോഡിയിലേക്ക് വന്ന ഭാഗമാണിപ്പോൾ കാണിച്ച്. അപ്പം അതുകൊണ്ടാണത് ട്രിപ്പായിക്കൊണ്ടിരുന്നത്.
അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ടൊരു വയറിട്ട് കൊടുത്തിട്ടുണ്ട് കംപ്രസർ റണ്ണിങ്ങിന് വേണ്ടി. ഒരു 2.5-ൻ്റെ 3 കോർ കേബിൾ 2 ടെമ്പററി ആയിട്ടൊരു കേബിൾ കൊടുത്തു. നമ്മളിപ്പോൾ പുതിയ കേബിളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 10 കോറിൻ്റെ 3 കോർ 10 mm 3 കോർ ഇല്ലാത്തതുകൊണ്ട് സിംഗിൾ വയറുകളാണ് വാങ്ങിച്ചത്. റെഡ്, യെല്ലോ, ബ്ലൂവും ബ്ലാക്കും വാങ്ങിച്ചിട്ടുണ്ട്. ആദ്യമേ വിചാരിച്ചു എല്ലാ കേബിളും കൂടെ റെഡ് 3 പീസിൻ്റെ മാറാമെന്ന് വിചാരിച്ചു. പിന്നെ റെഡിനും യെല്ലോയ്ക്കും വലിയ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് ബ്ലൂ മാത്രം മാറിയാൽ മതിയെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമുക്ക് ബ്ലൂ വയർ മാത്രം മാറാം. അത് കണക്ട് ചെയ്യാനുള്ള ക്രിമ്പിംഗ് ലെഗുകളും മേടിച്ചിട്ടുണ്ട്. ടെർമിനൽ സൈഡിൽ പിൻ ടൈപ്പ് ലെഗും കംപ്രസർ സൈഡിൽ റിങ് ടൈപ്പ് ലെഗുമാണ് മേടിച്ചിരിക്കുന്നത്. കേബിളില്ലാതെ ഇത് മേടിച്ചിട്ട് സ്ലീവും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കിനി സ്ലീവിനകത്തേക്ക് ഈ ബ്ലൂ വയർ നമുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ലെഗും അടിച്ച് കണക്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സ്ലീവ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലൂ വയറാണ് ഫാൾട്ടായിട്ടുള്ളത്, മാറ്റിയിട്ടിട്ടുണ്ട്. ടെമ്പററി ആയിട്ട് വേറൊരു കേബിൾ കൊടുത്തതാണ് എമർജൻസി ആയതുകൊണ്ട്. ഇപ്പോൾ ഈ ബ്ലൂ വയർ നമുക്ക് കംപ്രസർ പാനലിനകത്തേക്ക് വിടാം. ഇലക്ട്രിക്കൽ പാനലിൽ നിന്ന് കംപ്രസറിലേക്ക് കടത്തി വിടാം. അതിനുശേഷം നമുക്ക് കംപ്രസറിൻ്റെ ചേമ്പറിലെ ഡോർ തുറന്ന് അങ്ങോട്ട് വലിച്ചെടുക്കാം. തൽക്കാലം ഇതിലെ ഇറക്കി വിടാം. കേബിൾ ഫുൾ ഇറക്കി വിട്ടിട്ടുണ്ട്. ഈ കേബിളാണ് നമുക്കിവിടെ ടെർമിനലിൽ കണക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞ് നമുക്കൊരു പിൻ ടൈപ്പ് ലെഗ് അടിക്കാം. ടെർമിനലിൽ കൊടുക്കാൻ പിൻ ടൈപ്പ് ലെഗാണ് വാങ്ങിച്ചിരിക്കുന്നത്. 10 mm കേബിളാണ്, അതുകൊണ്ട് 10 mm ലെഗ് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് ക്രിമ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും ലൂസ് കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ അവിടെ സ്പാർക്കാകാനും വയർ ഡാമേജ് ആകാനും സാധ്യതയുണ്ട്. നന്നായിട്ട് ക്രിമ്പ് ചെയ്തിട്ട് വേണം ഇത് കണക്ട് ചെയ്യാൻ. കാരണം 20 ആമ്പിയർ കറണ്ട് ഓരോ കേബിളിലും പാസ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ക്രിമ്പിങ് വേണം. ഒരു കാരണവശാൽ ലൂസ് കോണ്ടാക്റ്റ് വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ടെർമിനലും കേബിളും കത്തി പോവുകയും കംപ്രസർ തന്നെ ഫാൾട്ടി ആകാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് ക്രിമ്പ് ചെയ്തിട്ട് ടേപ്പ് അടിച്ചിട്ടുണ്ട്. കേബിളിൻ്റെ മറ്റേ സൈഡ് റിംഗ് ടൈപ്പ് ലെഗും അടിച്ചിട്ടുണ്ട്. കംപ്രസറിൽ ടെർമിനൽ സ്റ്റഡ് ആയതുകൊണ്ട് റിംഗ് ടൈപ്പ് ലെഗ് അടിച്ച് നമുക്കതിൽ കണക്ട് ചെയ്യാം. കംപ്രസറിൻ്റെ ടെർമിനൽ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. അതിന് 2 സ്ക്രൂ ആണുള്ളത്. നമുക്കത് അഴിച്ച് എടുത്തിട്ട് ഈ വയർ 2 സൈഡിലും കണക്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി 2 സ്ക്രൂ നമുക്ക് അഴിച്ച് മാറ്റാം. കംപ്രസറിൻ്റെ ഇലക്ട്രിക്കൽ ടെർമിനൽ ബോക്സിൻ്റെ കവറാണ് നമ്മളിപ്പോൾ അഴിച്ചുകൊണ്ടിരിക്കുന്നത്. 2 സ്ക്രൂ അഴിച്ച് മാറ്റി കവറെടുത്ത് മാറ്റാം. ഇതാണ് കംപ്രസറിൻ്റെ ടെർമിനൽ ഭാഗം. അതിനകത്ത് 3 ഫേസ് ആണ് കൊടുക്കുന്നത്. 3 ടെർമിനലുകൾ 3 ഫേസ് കൊടുക്കാനും പിന്നെ 2 ടെർമിനൽ എർത്തിന് വേണ്ടി 2 ടെർമിനലുണ്ട്. അതുകൂടെ താഴെ കാണുന്ന 2 റെഡ് വയർ തെർമൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ നടുക്ക് കാണുന്ന ബ്ലൂ വയറാണ് എർത്ത് ലീക്കേജ് ആയിട്ടുള്ളത്. അത് ടെമ്പററി ആയിട്ടൊരു വയർ നമ്മൾ കൊടുത്തായിരുന്നല്ലോ, അത് നമുക്ക് അഴിച്ച് മാറ്റിയിട്ട് ഇപ്പം മേടിച്ചുകൊണ്ട് വന്ന പുതിയ കേബിൾ അവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. ആ കേബിൾ നമുക്ക് അഴിച്ച് മാറ്റിയെടുക്കാം. ആദ്യം കൊടുത്ത ടെമ്പററി കൊടുത്ത കേബിളായിരുന്നു അത്. ആ കേബിൾ നമുക്ക് വലിച്ചൂരിയെടുക്കാം. എന്നിട്ട് നമ്മുടെ പുതിയ ബ്ലൂ കേബിൾ ലെഗ് അടിച്ച കേബിൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അത് ടൈറ്റ് ചെയ്ത് ഇവിടെ കൊടുക്കാം. കംപ്രസറിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ടെർമിനൽ സൈഡ് വന്നിട്ട് ആദ്യം കൊടുത്ത ടെമ്പററി കേബിൾ അഴിച്ച് മാറ്റാം. അതൊരു 2.5-ൻ്റെ 4 കോർ കേബിളായിരുന്നു. തൽക്കാലത്തേക്ക് 2 ഒരുമിച്ച് വെച്ചാണ് കൊടുത്തിരുന്നത്. ആ കേബിൾ നമുക്ക് റിമൂവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കൊണ്ടുവന്ന പുതിയ കേബിൾ കണക്ട് ചെയ്യാം. ലെഗ് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സ്ലീവും ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി അത് ടെർമിനലിലേക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തെടുക്കാം. ഇപ്പോൾ കംപ്രസറിൻ്റെ സൈഡും ടെർമിനൽ സൈഡും നന്നായിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. ഒരു കാരണവശാൽ ലൂസ് വരാൻ പാടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കംപ്രസറും ഫാൾട്ടി വരാൻ സാധ്യതയുണ്ട്. വയറും ടെർമിനലെല്ലാം കത്തിപ്പോകും. 20 ആമ്പിയർ കറണ്ട് ഓരോ ഫേസിലും എടുക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കംപ്രസർ ഭാഗത്തെ കണക്ഷൻ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടെർമിനലിൻ്റെ കവർ ടൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡിലും കണക്ഷൻ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് കംപ്രസർ ഓണാക്കി നോക്കാം. നമുക്ക് ഓരോ ഫേസിലും ആമ്പിയർ ചെക്ക് ചെയ്യാം. 19.3 ആമ്പിയർ നമ്മളിപ്പോൾ കൊടുത്ത ബ്ലൂ ഫേസിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഓരോ ഫേസിൻ്റെയും ആമ്പിയർ ചെക്ക് ചെയ്യാം. ഒരു 3 ഫേസ് ലോഡിൻ്റെ എല്ലാ ഫേസിലും ആമ്പിയർ ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ മെഷീൻ കംപ്ലൈൻ്റ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എത്ര HP മോട്ടറാണേലും എല്ലാ ഫേസിലും കറണ്ട് ഈക്വൽ ആയിരിക്കണം. അൺബാലൻസ് ആയിട്ട് കറണ്ട് വരുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഫാൾട്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 3 ഫേസിലും ചെക്ക് ചെയ്യാം.
ഒരാമ്പറിൻ്റെയൊക്കെ ചെറിയ വ്യത്യാസം കാണിക്കാറുണ്ട്, അത് കുഴപ്പമില്ല. 18.5, 19, 20 റേഞ്ചുകളിലാണ് ഇതിൻ്റെ ആംപിയർ കാണിക്കുന്നത്. 19.2. അപ്പോൾ അതുകൂടാതെ 3-ലും കൂടെ നമ്മൾ ഇടുകയാണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും കാണിക്കുന്നത്. 0 കിട്ടുകയാണെങ്കിൽ ആംപിയറുകൾ തമ്മിൽ ഡിഫറൻസ് ഇല്ലാതെ മനസ്സിലാക്കാം. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് കാണിക്കുകയും ചെയ്യും. നമ്മൾ കംപ്രസർ ഓണാക്കി 26 ഡിഗ്രി ടെമ്പറേച്ചർ ഇപ്പോഴുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് 22 ഡിഗ്രിയിലേക്ക് ഡൗൺ ആയിട്ടുണ്ട്. 20 ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.